കടക്കാനും ഇരിക്കാനും നിൽക്കാനും പറ്റാണ്ട് പാവം കരയുകയായിരുന്നു. ഗൈസ്, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ വൈക്കോൽ എടുക്കാൻ പോണതിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ വീട്ടിൽ പശു ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പശുവിൻ്റെ വിശേഷമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. എന്തൊക്കെയുണ്ടോ ഗൈസ്, ഞാനും ഇവളും തമ്മിൽ വലിയ ടേംസിലല്ല കേട്ടോ. ഇവളെ എപ്പോൾ എന്നെ കണ്ടാലും എന്നെ കുത്താൻ വരും. ഇത് ഞങ്ങളുടെ വീട്ടിലെ ആദ്യത്തെ മാട്ടുകുട്ടിയാണ്. എൻ്റെ അച്ഛമ്മ മരിക്കുന്നതിന് മുന്നേ എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത മാട്ടുകുട്ടിയാണ്. അപ്പോൾ അതിൻ്റെ കുട്ടീൻ്റെയാണ് ആ ബാക്കിലൊക്കെ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇവളുടെ പേര് നന്ദിനി എന്നാണ് കേട്ടോ. നന്ദിനി എനിക്കിഷ്ടമല്ല, അവൾ എന്നെ കുത്താൻ വരുന്നുണ്ട്. കണ്ട ബാക്കി വിശേഷങ്ങളൊക്കെ എൻ്റെ അമ്മ പറയണായിരിക്കും. ഓക്കെ, എനിക്ക് എന്താ പറയുക, മൃഗങ്ങൾ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ഇതിങ്ങനെ വീഡിയോ ഇടണമെന്നോ ഇങ്ങനെ കാണുക എനിക്കൊന്നും അത് ഇഷ്ടമില്ല. മാടായാലും മനുഷ്യനായാലും വയ്യാതെ വരുന്നവരിനെ ദ്രോഹിക്കുക, അവരിനെ ചീത്ത പറയുക ചെയ്യരുത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, വീട്ടിലെ പശുക്കുട്ടിക്ക് അകിട് നീര് പറഞ്ഞ ഒരു അസുഖം വന്നിട്ടുണ്ടായിരുന്നു. ഉണ്ടായ കുഞ്ഞുവാവയ്ക്ക് വരെ പാൽ കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും പൊന്നുപോലെ വളർത്തിയിട്ട് അകിട് നീര് വന്നാൽ വേഗം അറക്കാൻ കൊടുക്കണ ഒരു സ്വഭാവം നമ്മുടെ ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഉണ്ട്. അത് ചെയ്യരുത്. ധൃതി വെച്ചിട്ടോ ടെൻഷൻ അടിച്ചിട്ടോ കാര്യമില്ല. ഞാൻ 7 മാസമായി അതിനെക്കാട്ടിലും ഉണ്ടായിരുന്നു അവിടെ നീര്. ഇപ്പോഴാണ് ഇത്തിരി ഭേദമായത്. ഒരു 3000 ഉറുപ്പ്യ ചിലവാക്കി പറഞ്ഞാൽ നമുക്കിത് മാറും. അത് ഉറപ്പാണ്, 100% ഞാൻ പറയുന്നു. എനിക്ക് അനുഭവമാണ്. നമ്മളൊക്കെ എങ്ങനെയാണോ അവർക്കും അതുപോലെയാണ്. നിങ്ങൾ അതുപോലെ അവരിനെ നോക്കണം എന്നാണ് ഞാൻ പറയുന്നത്. പാലൊന്നും എനിക്ക് വിഷയമല്ല. അത് കടക്കാനും ഇരിക്കാനും നിൽക്കാനും പറ്റാണ്ട് പാവം കരയുകയായിരുന്നു. ഒരു അസുഖം വന്ന് പറഞ്ഞാൽ വേഗം അറക്കാനോ വേറെ അറവശാല വേഗം അവരെ വിളിച്ചിട്ട് കൊടുക്കുക. അത് ആടായാലും ശരി മാടായാലും ശരി കൊടുക്കരുത്. നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും വയ്യാതെ വന്നാൽ നമ്മൾ എങ്ങനെ നോക്കണോ അതുപോലെ അവരിനെ നോക്കണം. അമ്മ ഇത്രയും ടെൻഷൻ ആവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, 7 മാസമായിട്ട് അമ്മ അനുഭവിക്കുന്ന കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. നമ്മൾ കുറേ മരുന്ന് ട്രൈ ചെയ്തു. അവസാനം ട്രൈ ചെയ്തതാണ് ഈ ഒരു മരുന്ന്. ആലുവയിലുള്ള ഹോമിയോ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയിൽ നിന്ന് സതീഷ് ചേട്ടൻ വഴിയാണ് കേട്ടോ ഈ പ്രൊഡക്ട്സ് നമ്മുടെ കയ്യിലെത്തിയത്. അതുപോലെ തന്നെ പെറ്റ്സിന് ആവശ്യമായ എല്ലാ മരുന്നും അവിടെ അവൈലബിൾ ആണ്. ഇത് നമ്മൾ എന്തിനാ വീഡിയോ ഇട്ടെന്ന് വെച്ചാൽ, കുറേ പേര് നമുക്കൊരു ചെറിയ അസുഖം വരുമ്പോഴേക്കും അവരെ കൊടുക്കുകയും അല്ലെങ്കിൽ അറക്കാൻ കൊടുക്കുക അല്ലെങ്കിൽ വേറെ ആർക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ എങ്ങനെയാണ് ഒരു പെറ്റിനെ സ്നേഹിക്കുക അല്ലെങ്കിൽ പെറ്റിനെ സ്നേഹിക്കുന്ന കുറേ പേരുണ്ടാവും അല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ മൃഗങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നമ്മുടെ മാർക്കറ്റിൽ. അപ്പോൾ ആരും അതിനെ കൊല്ലാണ്ട് വേദനിപ്പിക്കാണ്ടിരിക്കുക. അതിനുവേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ അടുത്ത വീട്ടിൽ കാണാൻ.